നമസ്കാരം. ഇന്ത്യക്കെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന ഭീഷണിയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബ. 2008 മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിൽ കടൽ മാർഗം ഇന്ത്യയെ വീണ്ടും ആക്രമിക്കുമെന്നാണ് പുതിയ ഭീഷണി. ലഷ്കർ-ഇ-തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫും 2025 ഏപ്രിൽ 22 നടന്ന പകൽഗാം ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ സൈഫുള്ള കസൂരിയാണ് ഭീഷണി വീഡിയോ പുറത്തുവിട്ടത്. പാകിസ്ഥാൻ 2025 ആകാശത്ത് ആധിപത്യം സ്ഥാപിച്ചു. ഇനി 2026 കടലിലും ആധിപത്യം ഉറപ്പിക്കുമെന്നാണ് കസൂരി വീഡിയോയിൽ അവകാശപ്പെടുന്നത്. ശത്രുക്കൾക്ക് കരയിലോ വായുവിലോ കടലിലോ ഒരിടത്തും ഇടമുണ്ടാകില്ല എന്നും ഇത് ദൈവഹിതമാണ് എന്നാണ് ലഷ്കർ-ഇ-തൊയ്ബ നേതാവ് വീഡിയോയിൽ അവകാശപ്പെടുന്നത്. കശ്മീരിൽ ഇന്ത്യയുടെ നടപടികൾക്ക് ബലൂചിസ്ഥാൻ അടക്കം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇയാൾ വീഡിയോയിലൂടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പകൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയെ അതിക്രമം എന്നാണ് കസൂരി വീഡിയോയിൽ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നും ഇയാൾ വീഡിയോയിൽ തുറന്നു സമ്മതിക്കുന്നു. പാക് സർക്കാർ ഭീകര സംഘടനകൾക്ക് പിന്തുണ നൽകുന്നു എന്ന ഇന്ത്യയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് കസൂരിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും പാകിസ്ഥാനിലെ മുർദ്ഗയ്, ബഹാവൽപൂർ എന്നിവിടങ്ങളിൽ ലഷ്കർ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ തെരച്ചിലിൽ സൈഫുള്ള കസൂരി പ്രകോപിതനാണ്. രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും അത്തരത്തിലുള്ളതാണ്. എന്തായാലും 2008 മുംബൈ ആക്രമണത്തിന് ഉപയോഗിച്ച കടൽപാത വീണ്ടും ചൂഷണം ചെയ്യാൻ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടന ശ്രമിച്ചേക്കാമെന്ന സൂചനയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വീഡിയോ സന്ദേശത്തെ കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഭീഷണി വെറുമൊരു പ്രചാരണം മാത്രമാണോ അതോ ഗൗരവകരമായ ആസൂത്രണമാണോ എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാൻ പൗരനായ സൈഫുൾ കസൂരി ലഷ്കർ-ഇ-തൊയ്ബയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ്. അതിർത്തി കടന്നുള്ള നിരവധി ഭീകര പ്രവർത്തനങ്ങളുടെ സൂത്രധാരനാണ് കസൂരി. ഇന്ത്യയിലടക്കം നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയ കസൂരിയെ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് എന്ന പദവിയിലെത്തിച്ചത്. ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ ഖാലിദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കസൂരി LETയുടെ ഏറ്റവും വിശ്വസ്തനായ ഫീൽഡ് കമാൻഡർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നേരിട്ട് മുന്നറിയിപ്പ് നൽകുന്ന കസൂരി ഇന്ത്യ ജലഭീകരവാദം നടത്തുകയാണ് എന്ന് ആരോപിക്കുന്നു. കശ്മീരിൽ ഇന്ത്യയുടെ നടപടികൾക്ക് ബലൂചിസ്ഥാൻ അടക്കം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു. അവർ മദീനയെ ആക്രമിക്കില്ല എന്നാണ്, അവർ ഇന്ത്യൻ മതകേന്ദ്രങ്ങളെ ലക്ഷ്യമിടുമെന്നും ഇയാൾ വീഡിയോയിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. അയോധ്യ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ചേക്കാമെന്ന സൂചനയാണ് വിലയിരുത്തൽ. സാധാരണക്കാരെയും ഇന്ത്യയുടെ സാംസ്കാരിക പ്രതീകങ്ങളെയും ആക്രമിക്കാനുള്ള ലഷ്കറിയുടെ ഗൂഢാലോചനയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ലഷ്കർ ഭീകരരുടെ ഈ ഭീഷണി വെറും ഒരു പ്രചാരണം മാത്രമാണോ അതോ ഗൗരവകരമായ ആസൂത്രണമാണോ എന്ന് ഇന്ത്യ രഹസ്യാന്വേഷണ വിഭാഗം ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും മനോവീര്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഭീകരരുടെ ഈ ആക്രമണ ഭീഷണി എത്തിയത് എന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. എങ്കിലും മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ച് വ്യക്തമായി പരാമർശമുള്ളതിനാൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ സുരക്ഷാ ജാഗ്രത അതീവ ശക്തമാക്കിയിട്ടുണ്ട്. ഭീകരർ വീണ്ടും കടൽ മാർഗം നുഴഞ്ഞു കയറാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നാവികസേനയും തീരസംരക്ഷണ സേനയും നിരീക്ഷണം കർശനമാക്കിയിരിക്കുന്നത്.